11-ാം തീയതി രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഏകദേശം 1 മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ശ്രീധരൻ പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം. ആളിതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേ ദിവസം തന്നെ രാവിലെ രാഹുലിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പാടില്ല എന്താ സംസാരിച്ചെന്നുള്ളത്. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞത്? അപ്പം നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. ഇതെന്തോ മോനെ, എന്തോ മകന്റെ മനസ്സിലേക്ക് അമ്മ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് രാഹുൽ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതിന്റെ ആ ചുരുക്കിൽ വന്നിട്ട് ഈ സ്ത്രീധനം, അപ്പം സ്ത്രീധനം തന്നെയാണ് സ്ത്രീധനം. കാരണം ഇതിനു മുന്നേയും അമ്മ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു, സ്ത്രീധനം ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, ഇതിൽ കൂടുതൽ തരുന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അമ്മ അനിയത്തിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എന്റെ ഫാമിലി ഇതൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ്സ് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ രാഹുലിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തിയിരുന്നു. പോലീസ് രാഹുലിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഹുലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് എൻ്റെ കഴുത്തിൽ ചാർജറിന്റെ കേബിൾ വെച്ച് മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ന്യൂസ് ആ പരാതികളെല്ലാം അതിൽ നിന്നും അവർ സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ രീതിയിലല്ല, കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ CAയോട് എൻ്റെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഭാര്യ ഭർത്താവും തമ്മിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളെ, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി ഉണ്ട് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ CA പറഞ്ഞത്, ഇത് എന്താണ് കേസുള്ളത്, നിങ്ങൾക്കറിയാവുന്ന ഏത് കേസാണ് ഇതിലുള്ളത്, ആ കേസ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം എന്നുള്ളത്. അപ്പം നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ്, എന്തെങ്കിലും കേസ് ഉണ്ടോ ഇതിന്, അങ്ങനെ ആ കേസ് എടുക്കാമല്ലോ എന്നുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് CAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ രക്ഷപ്പെടാൻ പല ഭാഗത്തുനിന്ന് ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല. കോണ്ടാക്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഫോൺ രാഹുലിന്റെ കസ്റ്റഡിയിലായിരുന്നു. എനിക്ക് ഒരു രീതിയിലും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ മോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ അവൾ ഒന്നാമത്തെ കാര്യം അവൾക്ക് കറക്റ്റ് ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ ആരും അറിയാത്തൊരു കാര്യം ഞാൻ അമ്മനോട് പറയട്ടെ. അപ്പം എന്താണെന്ന് ചോദിച്ചോട് പറഞ്ഞു, രാഹുലേട്ടൻ്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചു. എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ഒഴിച്ചു കൊടുത്തില്ല. വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്നേ വരെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പലരോട് ചോദിച്ചു, ഇത് പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന്, നാളെ ചിലപ്പോൾ വരാൻ പോണത് മോള് മയക്കുമരുന്നും ബിയറൊക്കെ കഴിച്ചതിൻ്റെ പേരിലാണ് ഇടിച്ചതെന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയും കൂടി അവർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഭാഗ്യം, നാളെ 1 മാസം എൻ്റെ മകൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് അവളുടെ ജീവിതം പോകുമായിരുന്നു. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നവവധുവിനെ പീഡിപ്പിച്ച കേസിലെ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന പല വിവരങ്ങളും. കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത് ജർമ്മനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്. വിവാഹത്തിന് മുൻപ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തി. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പണത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെ വിവാഹ ചടങ്ങിൽ നിന്നും ആ കുടുംബം പിന്മാറുകയായിരുന്നു. ഈ വിവരം മറച്ചുവെച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. രാഹുൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ അമ്മ പറയുന്നു. അമ്മയും സഹോദരിയും ഇതിന്റെ ഫോട്ടോ എടുത്തുവെന്നും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. പുതിയ അന്വേഷണ സംഘത്തെ കേസേൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ അച്ഛനും പ്രതികരിച്ചു. ഇവന് ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ
അടുക്കടാളം ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. അതുപോലെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണെന്നും പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പോൾ ഇവള് തിരുവനന്തപുരത്തെ ടാറ്റ ലെക്സി എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 10,000-3000 ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഇതിക്ക് മുമ്പ് കല്യാണ കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാത്രിയിൽ ഏതോ ഒരാൾ ഈ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ഇതിൽ വന്നു. അത് ഇവനോടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ എന്നുവെച്ചാൽ മദ്യലഹരിയിലാണല്ലോ. അപ്പോൾ ഈ ഇത്തരം ആളുകളായിട്ട് ഇവൾക്ക് ഇപ്പോഴും കണക്ഷനുള്ളൂ എന്നുള്ള രീതിയിലാണ് പിന്നീട് അവനെടുക്കുന്നത്. അവനൊരു സംശയരോഗിയായിട്ടാണ്. ആ സംശയരോഗിക്ക് ഈ മദ്യലഹരിയിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പിടിപാടില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇതോടൊപ്പം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറുമുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഇന്നലെ വരെയും കുടുംബം ഈ പന്തീരാങ്കാവിലെ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, ഒരു നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തന്നെ പോലീസ് ഈ പ്രതി രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇയാളൊരു വിവാഹ തട്ടിപ്പിന് വീരനാണ്. ഇതിനു മുൻപ് പലതവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. കോട്ടയത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ആ കുടുംബ വിവാഹത്തിൽ നിന്നും പിന്മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കേസന്വേഷണം പുതിയൊരു സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീതി കിട്ടുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് നിലവിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട് അന്ന് ഈ വിവാഹത്തിന് ശേഷം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോൾ വെളിപ്പെടുത്തുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആജ്ഞ? നേരത്തെ അമ്മ സൂചിപ്പിച്ച കാര്യമാണ് ഏറ്റവും പുതിയ വിവരം. അതായത് പെൺകുട്ടിയെ കൂടി മദ്യത്തിന് അടിമയാക്കാനുള്ള അല്ലെ മദ്യം കുടിപ്പിക്കാനുള്ള ഒരു ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെ ഫോട്ടോ പെങ്ങളും അമ്മയെ എടുത്ത് സൂക്ഷിച്ചു. അങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ പെൺകുട്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പെൺകുട്ടി ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇങ്ങനെ അമ്മ ഇന്ന് നമ്മളോട് തന്നെ അവരുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം കൂടി, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവരും മകൾക്കും അറിയാമായതല്ല മകൾ കൂടി ഇതിനൊപ്പം ചേർന്ന് കഴിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരികയും അതിനോട് ഇവരിങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരത്തരത്തിലൊരു നീക്കം ഉണ്ടാക്കിയത് എന്നൊരു ആരോപണമാണ് പെൺകുട്ടിയുടെ അമ്മ നമ്മളോട് പറഞ്ഞത്. അതേസമയം ഈ സിംഗപ്പൂർ വഴി, അതായത് ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് രാഹുൽ കടന്നു കളഞ്ഞു. ആ കടന്നു കളയാനുള്ള സാഹചര്യം ഒരുക്കിയത് പോലീസാണ്, പോലീസിന്റെ മെല്ലെപ്പോക്ക് നയമാണ് എന്നൊരു ആരോപണവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമാണ്. എന്നിരുന്നാലും ഇപ്പോൾ ACPയുടെ ചുമതലയിലാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. അതിലവർക്ക് തൃപ്തിയുണ്ട്. പക്ഷേ രാഹുലിനെ ഇങ്ങനെ ഒളിവിൽ പോകാതെ അല്ലെങ്കിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാവുന്ന ഒരു സാഹചര്യം പന്തീരാങ്കാവ് പോലീസിന്റെ മുന്നിലുണ്ടായിരുന്നു. അത് അവർ പാലിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനത്തെയുള്ള വാർത്തകൾ കേൾക്കുന്നു. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഈ അമ്മ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുത്തത് പോലീസിന്റെ മെല്ലെപ്പോക്ക് നയമാണ് എന്നൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നിരുന്നാലും വനിതാ കമ്മീഷൻ, നമ്മൾ ഇന്നലെ വൈകുന്നേരം വനിതാ കമ്മീഷനുമായി ബന്ധപ്പെടുന്നു. വനിതാ കമ്മീഷൻ അപ്പോഴാണ് ഈ കേസിൽ ഉടൻ തന്നെ നീക്കുപോക്ക് ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് ഉറപ്പു തരുന്നു. ഉടൻ തന്നെ അത്തരം കാര്യങ്ങളിൽ വനിതാ കമ്മീഷൻ അവിടെ വീട്ടിലേക്ക് വിളിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു. പക്ഷെ വനിതാ കമ്മീഷൻ പോലും പോലീസിന്റെ ഭാഗത്തെ ഈ തീർച്ചയായും ഇത്തരം വിവിധ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷനും പോലീസും ഒക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആജ്ഞ, ഇവർ ഈ കുടുംബം തന്നെ ഉന്നയിക്കുന്ന പോലെ ഈ പോലീസിന്റെ ഒരു മെല്ലെപ്പോക്ക് അത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നല്ലോ. ആദ്യ ദിവസങ്ങളിൽ തന്നെ കുടുംബം ഉന്നയിച്ച കാര്യം, ഇവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ രാഹുലിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന പോലീസുകാരെയാണ് കാണാൻ കഴിഞ്ഞത്. പ്രതിക്കെതിരെ നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന്.
നിലവിൽ രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസിന് പോലുമില്ല. ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരമുണ്ട്. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇയാൾ രാജ്യം വിട്ടു എന്നൊരു സൂചനകളാണോ പോലീസിനുമുള്ളത്? പോലീസ് അത്തരത്തിലൊരു സൂചന നൽകിയിട്ടില്ല. കാരണം അത് പോലീസിന്റെ ഒരു പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ് എന്നൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഈ രാഹുലിന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ആദ്യം അവർ നമ്മളോട് തന്നെ പറയുമ്പോൾ ആദ്യം അവർ പറഞ്ഞത് അവൻ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. പുറത്തേക്ക് പോയി എന്നത് സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ അവൻ കോഴിക്കോട് ജില്ല വിട്ടിട്ടില്ല എന്നാണ് രാഹുലിന്റെ അമ്മ ആ സമയത്ത് നമ്മളോട് പ്രതികരിച്ചത്. എന്നാൽ അതിനുശേഷമാണ് ഉച്ചയ്ക്ക് നമ്മൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അമ്മയോട് സംസാരിച്ചപ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത് ബാംഗ്ലൂർ വഴി സിംഗപ്പൂരേക്ക് പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സാഹചര്യം ഉണ്ടാക്കിയത് ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള നിലപാടാണ്. ഈ 307 എന്ന് പറയുന്നത് അതിൽ ഈ കൊലപാതക ശ്രമത്തിനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ടായിട്ട് പോലും ഒരു പ്രതിയെ, പ്രത്യേകിച്ച് ഒരു ഗാർഹിക പീഡന കേസിലെ പ്രതിയെ ഇത് കോംപ്രമൈസ് ചെയ്തു പോകൂ എന്ന ഒരു തരത്തിലേക്ക് ഈ കേസിനെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം പോലീസ് ഉണ്ടാക്കി. പോലീസിനെ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ വിമർശനാത്മകമായി കാണേണ്ടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പോഴും വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നത് പന്തീരങ്കാവ് പോലീസിലെ, പ്രത്യേകിച്ചും പന്തീരങ്കാവ് സ്റ്റേഷൻ പരിധിയിലെ തീർച്ചയായും, കാരണം അതുകൂടി പരിശോധിക്കുന്നതാണ്. കാരണം പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നത്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ പെൺകുട്ടിയുടെ കുടുംബം പ്രധാനമായും ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് പോലീസിന്റെ ഒരു മെല്ലെപ്പോക്ക്, അത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോൾ അത് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ്. ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അങ്ങനെ ബോധപൂർവം പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മെല്ലപ്പോക്ക് നയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. കാരണം ഈ പരാതിയുമായി യുവതി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ ഈ രാഹുലുമായി അടുത്ത് ഇടപഴകുന്ന രീതിയിലായിരുന്നു ആ യുവതിയുടെ ഭാഗത്തു നിന്നും പെരുമാറ്റം ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ ഇരുന്നപ്പോൾ മടിയിൽ കയറി ഇരിക്കുന്ന രീതിയിൽ പോലും കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം രാഹുലിനൊപ്പം തന്നെ ജീവിക്കണമെന്ന നിലപാടായിരുന്നു ആ ഘട്ടത്തിലും ഈ യുവതി സ്വീകരിച്ചത്. ഇരുവരും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായാണ് ആ സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടായ ഒരു കുടുംബത്തിലെ പ്രശ്നം എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഈ കേസിനെ കണ്ടതെന്നുമാണ് പോലീസിൽ നിന്ന് നമുക്ക് നൽകാൻ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മറ്റ് വിശദാംശങ്ങൾ, ഈ പരിശോധനാ റിപ്പോർട്ട്, മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ളവ ലഭിച്ച ശേഷം ഈ ഗാർഹിക പീഡന കുറ്റത്തിനപ്പുറം മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നും ഒക്കെ നോക്കിയിട്ട് ശേഷം മാത്രം ഒരു വിശദമായ നടപടിയിലേക്ക് നീങ്ങാം എന്നൊരു രീതിയിലാണ് പോലീസിൻ്റെ ഒരു നിലപാടുണ്ടായത്. ഈ കഴുത്തിൽ കുരുക്കി, കേബിളിൻ്റെ വള്ളി കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന പോലുള്ള കടുത്ത ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ പിന്നീട് യുവതി നാട്ടിലേക്ക് മടങ്ങിയ ശേഷമാണ് കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് സ്റ്റേഷനിലെ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും എന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് കോടതിയിലടക്കം പോയാലും അല്ലെങ്കിൽ ഉന്നത തലങ്ങളിലെ അന്വേഷണം ഇക്കാര്യത്തിൽ വന്നാലും ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുവരും സൗഹാർദ്ദപരമായി ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകൾ ലഭിക്കുമെന്നാണ് അവർ ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവം വലിയ വിവാദമായി മാറി. യുവതിയുടെ മുഖത്തൊക്കെ കാര്യമായി പരുക്കൊണ്ട്, ഏറെ ക്ഷതങ്ങളേറ്റ പാടുകളുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഇത് വീണ്ടും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ ഒരു അർഹിക്കുന്ന ഗൗരവത്തോടെ നടപടിയെടുത്തില്ല എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. എന്തായാലും ആദ്യത്തെ എടുത്ത 2 വകുപ്പ് അപ്പുറം ഈ മർദ്ദിച്ചു അല്ലെങ്കിൽ ഗാർഹികമായ അക്രമം നടത്തിയെന്നതിനപ്പുറം ഈ സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയും ഒപ്പം കൊലപാതക ശ്രമത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയും ഇന്നലെ രാത്രിയാണ് പോലീസ് ഈ കൂടുതൽ വകുപ്പുകൾ ഈ കേസിലേക്ക് ചേർത്തത്. എന്തായാലും അത് കഴിഞ്ഞാണ് ഈ രാഹുൽ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷനായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പലവട്ടം രാഹുലിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു നോക്കി, വീട്ടിൽ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാഹുൽ ആ സമയത്ത് അവിടില്ല. ഇന്ന് രാഹുലിൻ്റെ അമ്മയോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ കോഴിക്കോട് നഗരത്തിൽ തന്നെയുണ്ട്, വിദേശത്തേക്കൊന്നും രാഹുൽ പോയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് പൂർണ്ണമായും നിരപരാധിയാണ്. കൈകൊണ്ട് ഒരു അടി നൽകിയത് ഒഴിവാക്കിയാൽ മറ്റ് ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ബെൽറ്റ് കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഈ മൊബൈലിൻ്റെ ചാർജർ കേബിൾ കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അടിച്ചു എന്നത് തെറ്റാണ്. ആ തെറ്റ് തങ്ങൾക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പെൺകുട്ടി പറയുമ്പോൾ അല്ലെങ്കിൽ യുവതി പറയുമ്പോൾ മാത്രമാണ് ഈ അടിയെക്കുറിച്ച് അറിഞ്ഞതെന്നൊക്കെ പറയുന്നു. എന്തായാലും അതൊന്നും പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം സമാനതകളില്ലാത്ത ഒരു പീഡനത്തിന് തന്നെ തീർച്ചയായും. കാരണം അത്തരം ചില ന്യായീകരണങ്ങളുമായി ഈ കുടുംബം, രാഹുലിന്റെ അമ്മയും സഹോദരിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ആ പെൺകുട്ടിയെ അവർ ക്രൂരമായി വേട്ടയാടിയെന്ന് മാത്രമല്ല, അതിനുശേഷവും അധിക്ഷേപം തുടരുന്നു. പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്ത്, രാഹുലിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്, അമ്മയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. പെൺകുട്ടിക്ക് 3 കാമുകന്മാർ ഉണ്ടായിരുന്നുവെന്നും വീട്ടിൽ നിന്ന് എല്ലാവരെയും ഇറക്കിവിടാൻ യുവതി ശ്രമിച്ചു എന്ന രീതിയിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യുവതിയെ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ലെന്നും രാഹുലിന്റെ ആദ്യ വിവാഹം കഴിഞ്ഞെന്നും പ്രതിയുടെ അമ്മ തുറന്നു പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് എന്താ അങ്ങനെ വിവാഹത്തിനും കൊണ്ടുപോകാനുള്ളതിനെ കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അവരൊന്നിച്ച് എന്നിട്ട് താമസിക്കുകയൊക്കെ ചെയ്തോ? ഓ, എവിടെ? അവരുടെ വീട്ടിൽ? അതെവിടെയാണ്? പുറത്താണ് ബാംഗ്ലൂരൊക്കെ. ബാംഗ്ലൂരിൽ പോയി ഒന്നിച്ച് താമസിച്ചോ അല്ലേ? അപ്പം വിവാഹം കഴിഞ്ഞാണ്, ആദ്യത്തെ വിവാഹം കഴിഞ്ഞാണ് അല്ലേ? താലിയൊന്നും കെട്ടിയിട്ടില്ല, വിവാഹമായിട്ട് കഴിഞ്ഞിട്ടുമില്ല. അവരൊന്നിച്ച് ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഭാര്യയായിട്ട് എത്ര നാളുണ്ടായിരുന്നു രാഹുൽ ഒന്നിച്ച് ജീവിച്ചു ബാംഗ്ലൂരിൽ? ആ ബന്ധം രജിസ്ട്രേഷൻ കഴിഞ്ഞാണ് ഇവർ ആ ബന്ധം വേർപ്പെടുത്തിയിട്ടാണോ ഈ രണ്ടാമത് വിവാഹം? കടലാസൊക്കെ കൊടുത്ത് കടലാസ് കുഴിച്ചോ? നല്ലൊരു ഡൈവോഴ്സ് ലഭിച്ചിരുന്നില്ല? ചെയ്തു. അല്ല, ഡൈവോഴ്സ് പേപ്പർ കിട്ടിയായിരുന്നു? വിവാഹമോ? 2-3 ദിവസം കൂടെ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോഴത്തേനാണല്ലോ ഈ ഡേറ്റ് വന്നത്. അല്ല, പക്ഷെ അതപ്പോൾ നിയമവിരുദ്ധമല്ല. ഒരു വിവാഹ ബന്ധം വേർപ്പെടുത്തി അതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കും മുമ്പ് മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? അത് ഞങ്ങൾ പറയാമോ? എനിക്ക് മൊത്തം രാഹുൽ ഇപ്പൊ എവിടെ ഉണ്ട്? പുറത്താണ്. ഇവിടെ തന്നെയുണ്ട്. അവന് ഈ കോഴിക്കോട് വിട്ട് പോയിട്ടില്ല. കോഴിക്കോട് വിട്ട് എവിടെയും പോയിട്ടില്ല, പോകില്ല. കുട്ടീനെ അടിച്ചെന്നുള്ളത് പറഞ്ഞ സത്യമാണ്. അതാണ് ഞങ്ങൾ അവിടെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതാണ്. അല്ലാതെ സ്ത്രീധനത്തിന്റെ പേരിൽ കുട്ടീനെ മർദ്ദിച്ചു. പോലീസുകാർ ഫ്രണ്ടാണോ? രാഹുലിന്റെ സുഹൃത്തുക്കളാണോ? അല്ലേ, ഒരു 5 കൊല്ല, ഒരു 10 കൊല്ല, 15 കൊല്ല ഈ കല്യാണം പ്രമാണിച്ച് മോന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയ പൈസ. കോട്ടയത്തെയും ഈ പറവൂരിലെ ഒറ്റ ദിവസമാണ് കണ്ടത്. എന്നിട്ട് കോട്ടയത്തെ നിങ്ങൾ നിശ്ചയിക്കുന്നു? കോട്ടയത്തെ നിശ്ചയിക്കുന്നു. രജിസ്ട്രേഷൻ ചെയ്യുന്നു? അല്ല, നിശ്ചയം കഴിഞ്ഞതിന് ശേഷം അടിച്ചെന്നാ പറഞ്ഞത്. അമ്മ ഞാൻ നെറ്റിക്കിട്ട് അടിച്ചതല്ല. അടിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ കൈ ഓങ്ങി ചെന്നപ്പോഴത്തേനും ഇങ്ങനെ കുഞ്ഞ് തിരിഞ്ഞപ്പം ചുമരെ പോയി അടിച്ചെന്നാ പറഞ്ഞത്. പിന്നെ അല്ലാതെ ഞാൻ അടിച്ചെന്ന് പറയുന്നുണ്ട്. അല്ല, ബെൽറ്റ് കൊണ്ടൊന്നും അടിച്ച കഥ പറഞ്ഞു. കൈ കൊണ്ട് അടിച്ചത് അതിപ്പോ സ്റ്റേഷനും പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റം അവൻ പറഞ്ഞിരിക്കുന്നു, അവൻ ചെയ്തത് അവൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മൂടി വെച്ചിട്ട് ഒരു നീതിയും വേണ്ട. സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് വെളുപ്പിന് നടക്കുന്ന സംഭവമാണ്. ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയിരുന്നു. ഇവർ നേരത്തെ ആദ്യം ഒരു കല്യാണ പാർട്ടിക്ക് അന്ന് രാത്രി പോയതിന് തിരിച്ച് വന്നതിന് ശേഷം ഇവർ ബീച്ചിലും പോയിട്ട് ഇത് പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ അങ്ങനെ നടക്കുന്ന സംഭവം. 2 മണിക്കാണോന്ന് തോന്നുന്നു. എത്ര കൃത്യമായിട്ട് ടൈമൊന്നും നമുക്കറിയില്ല. ഇവർ പറയുന്നത് നമുക്കറിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് എങ്ങാണ്ട് നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ നമ്മളിത് രാവിലെ ഈ ഉച്ചയ്ക്കാണ്, പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മളിത് അറിയുന്നത്. അവളെ കാണുമ്പോഴാണ്. അതിന് മുന്നേ പോലെ നമ്മളോട് വന്നിട്ട് ഇവൾ വിവരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളോട് സാധാരണ ഒരു മിംഗ്ലിംഗ് ആയിട്ടുള്ള ഒരാളെ അല്ല അവള്. ഞങ്ങളോട് മിണ്ടാറുമില്ല, ഞങ്ങളോട് സഹകരിക്കാറുമില്ല. വന്ന ദിവസം മുതലേ അങ്ങനെ തന്നെയാണ്. ഇവളെപ്പോഴും ആ റൂമിലാണ്. ഞങ്ങൾ ഇവിടുന്ന് മാറണമെന്നാണ് ഇവനോട് പറഞ്ഞു എന്നുള്ളത് ഞങ്ങളിപ്പോൾ അറിഞ്ഞു. ഈ രാഹുലിനോട് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു, അമ്മേനെ ഇവിടുന്ന് ഒഴിവാക്കണം, എന്നെ ഒഴിവാക്കണം, അമ്മമ്മേനെ ഇവിടുന്ന് വിടണം, ഞങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റണമെന്നായിരുന്നു അവിടെ കണ്ടീഷൻ അവൾ പറഞ്ഞിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മദ്യപിക്കാറുണ്ട് അവൾ മദ്യപിക്കാറുണ്ട്. അവർ രണ്ടുപേരും കല്യാണ പാർട്ടിയിൽ നിന്ന് മദ്യപിച്ചിട്ട് അവിടെ വന്നത്. പിന്നീട് ബീച്ചിൽ പോയിട്ട് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഫോൺ കോൾ ആണ് പിന്നെ സ്റ്റാർട്ടിങ്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, എന്തായാലും പ്രതിക്കൂട്ടിലായി എന്ന് ഉറപ്പ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു കെട്ടുകഥകളായിട്ട് തന്നെ ഇതിനെയൊക്കെ കാണണോ? കാരണം ഈ യുവതിയെ അധിക്ഷേപിച്ചുള്ള പ്രതികരണമാണ് ഈ പ്രതിയായ രാഹുലിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. മാത്രമല്ല, നിലവിൽ രാഹുലിനെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ അമ്മയും സഹോദരിയും അധിക്ഷേപിച്ചു. ഇവരുടെ ചിത്രം, അതായത് ബിയർ കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പകർത്തി അങ്ങനെ രാഹുലിനെ കൊണ്ട് മർദ്ദിക്കാൻ, ഈ യുവതിയെ മർദ്ദിക്കാനൊക്കെ പ്രേരിപ്പിച്ചത് അമ്മയും സഹോദരിയും എന്നൊക്കെ കുടുംബം ഇന്നലെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു.
ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെയും ഈ കുടുംബത്തിനെതിരെയും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെയും കേസെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ അനീഷ്? നമുക്ക് തീർച്ചയായും ഈ യുവതിയുടെ മൊഴി പരിശോധിച്ച ശേഷം അതിൽ എന്തൊക്കെ വിഷയങ്ങൾക്ക് പരാമർശ വിധേയമാവും. കാരണം ഈ പെൺകുട്ടി നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ പറഞ്ഞത് ഈ അടച്ചിട്ട മുറിയിൽ അമ്മയുമായി സംസാരിച്ച ശേഷമാണ് തന്നോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത്. അതുകൊണ്ട് അമ്മയുടെ ഒരു പ്രേരണ ഈ തനിക്ക് നേരെ നടത്തിയ അക്രമങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും പെൺകുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷം അത്തരത്തിൽ കൂടി അന്വേഷണം പോകേണ്ടി വരും. എന്തായാലും ആദ്യ ദിവസങ്ങളിൽ പ്രതികരണത്തിന് തയ്യാറാവാതിരുന്ന രാഹുലിൻ്റെ കുടുംബം ഇന്ന് കൃത്യമായി തന്നെ വളരെ സമയമെടുത്ത് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇന്നലെ കൊലക്കുറ്റമടക്കം ചേർത്ത് അല്ലെങ്കിൽ കൊലപാതക ശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാവും കഴിഞ്ഞ 2 ദിവസമായി ഒരു വശത്ത് നിന്ന് യുവതിയുടെ കാര്യങ്ങൾ മാത്രം പുറത്തു വരുമ്പോൾ യുവതിയെ ഒരു സ്വഭാവഹത്യ നടത്തുക അല്ലെങ്കിൽ അവരുടെ മോശമായ നടപടിക്രമങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഈ മർദ്ദനത്തിലേക്ക് നയിച്ചതെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും 3 പേരുമായി ഒരേ സമയം ഈ പെൺകുട്ടിക്ക് വിവാഹശേഷവും അടുപ്പമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഭർത്താവിനൊപ്പം രാത്രി ഉറങ്ങുമ്പോഴും ഈ മറ്റു ഇടങ്ങളിൽ നിന്നുള്ള ഫോൺ കോളുകൾ, മെസ്സേജുകൾ എന്നിവ വന്നിരുന്നു. ഈ മെസ്സേജുകൾ ഭർത്താവ് കാണുകയും അത് ചോദ്യം ചെയ്യുകയും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയും വേണമെന്ന് ഈ യുവതിയോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാവുന്നില്ല. ഇതേ തുടർന്നാണ് ഇത്തരമൊരു സംഘർഷത്തിന് ആസ്പദമായ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ഒപ്പം 2 പേരും നന്നായി മദ്യപിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഈ യുവതിയും ഈ യുവാവിനൊപ്പം മദ്യപിക്കുന്നു, രാഹുലിനൊപ്പം ചേർന്ന് മദ്യപിക്കുന്നു എന്ന ആരോപണം ഈ അമ്മയും മകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിവാഹ പാർട്ടിയിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപിച്ച് നൃത്തം ചവിട്ടിയ ശേഷമൊക്കെയാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ഒപ്പം രാഹുൽ സിഗരറ്റ് വലിക്കുമ്പോൾ എപ്പോഴും ഈ യുവതിയും കൂടി സിഗരറ്റ് കയ്യിൽ നിന്നും വാങ്ങി വലിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ സിഗരറ്റ് വലിക്കുന്നത് രാഹുലിന് തീരെ ഇഷ്ടമായിരുന്നില്ല. അത് സിഗരറ്റ് വലി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഈ യുവതി തയ്യാറാവുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ പ്രത്യേകിച്ചും നമുക്ക് കണക്കാക്കിയാൽ തന്നെ മനസ്സിലാവും. 3 തരം ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഈ മറ്റുള്ളവരുമായുള്ള ബന്ധം, ഈ ഫോൺ ചാറ്റും പോലുള്ള കാര്യങ്ങൾ തുടരുന്നു. 2, മദ്യപാനം. 3, സിഗരറ്റ് വലി. ഈ 3 കാര്യങ്ങളും ഈ യുവതി ചെയ്യുന്നത് രാഹുലിന് ഇഷ്ടമല്ലായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത്. ഒപ്പം ഈ ആദ്യ വിവാഹം ഉണ്ട്, അത് കോട്ടയം സ്വദേശിനിയായ ഒരു വനിതയാണ് വിവാഹം കഴിക്കുന്നത്. രജിസ്ട്രേഷൻ നടപടികളൊക്കെ കഴിഞ്ഞു ജർമ്മനിക്ക് പോകുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. അതിനുശേഷം ബംഗളൂരുവിൽ ഇവർ ഒന്നിച്ച് താമസിക്കുന്നു. ഒന്നിച്ച് താമസിച്ച കാലയളവിന് ശേഷമാണ് വിവാഹ ബന്ധത്തിൽ തുടരേണ്ടതില്ല അല്ലെങ്കിൽ ഈ ബന്ധം വിവാഹത്തിൽ ചടങ്ങിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ആ യുവതി എത്തുകയും യുവതിയുടെ കുടുംബവുമായി ആശയവിനിമയം നടത്തിയ ശേഷം ആ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുക. അതിനു മുമ്പ് ഈ ആദ്യ വിവാഹത്തിന് കാരണമായ പെണ്ണുകാഴ്ച നടന്ന അതേ ദിവസം തന്നെയാണ് എറണാകുളത്ത് വെച്ച് ഈ പരാതിക്കാരിയായ യുവതിയെയും രാഹുൽ കണ്ടത്. അന്ന് ഈ രാഹുലിന് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമായത് 2ാമത്തെ യുവതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോട്ടയംകാരിയെ വിവാഹം കഴിക്കുകയും ചെയ്തത്. എന്നാൽ ഈ കോട്ടയംകാരിയുമായുള്ള വിവാഹ ബന്ധം ഏതാണ്ട് വേണ്ടെന്ന് തീരുമാനിച്ചതോടെ വളരെ പെട്ടെന്ന് രാഹുലിൻ്റെ കുടുംബം ഈ പറവൂരുകാരിയായ ഇപ്പോഴത്തെ പരാതിക്കാരിയായ യുവതിയുടെ കുടുംബവുമായി ബന്ധപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാഹുലിൻ്റെ അമ്മയും സഹോദരിയും പറയുന്ന കഥയനുസരിച്ച് ഈ പെണ്ണ് കാണാൻ പോയ അന്നു മുതൽ ഈ പറവൂർക്കാരിയായ യുവതിക്ക് രാഹുലിനെ വിവാഹം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. രാഹുലിൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ മെസ്സേജ് അയച്ച് തനിക്ക് രാഹുലിനെ വിവാഹം കഴിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഈ ആദ്യ വിവാഹം അലസിപ്പോയതോടുകൂടി ഈ യുവതിയുടെ അഭ്യർത്ഥന മാനിച്ച് അല്ലെങ്കിൽ തനിക്ക് രാഹുലിനെ കൂടിയേ തീരൂ എന്ന അഭ്യർത്ഥന മാനിച്ചാണ് ഇത്തരമൊരു വിവാഹത്തിലേക്ക് തങ്ങൾ തയ്യാറായത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതായത് രാഹുലിൻ്റെ കുടുംബത്തിലേക്ക് യുവതിയുടെ കുടുംബം പലതവണ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വിവാഹത്തിന് തയ്യാറായത്. ഒപ്പം ഈ ആദ്യ ബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞത്, ഇവർ ഒന്നിച്ച് താമസിച്ചത്, ഇതേ തുടർന്ന് വിവാഹം മാറ്റിവെച്ചത്, ഇക്കാര്യങ്ങളൊക്കെ ഈ യുവതിക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതേക്കുറിച്ചുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യങ്ങളും ഇനിമേൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയാണ് പുതിയ വിവാഹ ബന്ധത്തിലേക്ക് കടന്നത് എന്നും പറയുന്നു. ഒപ്പം സഹോദരനടക്കം പറയുന്നത് ഈ പഴയ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് മാനസികമായൊരു ട്രോമയാണ്, അല്ലെങ്കിൽ തനിക്ക് മാനസികമായി വലിയ ആഘാതം ഉണ്ടാക്കിയ സംഭവമാണ്, അതുകൊണ്ട് അക്കാര്യങ്ങൾ ചോദിക്കരുത് എന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ നിശ്ചയിച്ച വിവാഹം, പഴയ വിവാഹം നടത്തുന്നതിനെ നിശ്ചയിച്ച അതേ തീയതി തന്നെയാണ് ഈ പറവൂർക്കാരിയായ യുവതിയെ രാഹുൽ വിവാഹം കഴിക്കുന്നത് കേട്ടോ.
തീർച്ചയായും അതൊക്കെ അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ മുൻപ് വിവാഹം നടത്തിയ കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കേണ്ടതാണ്. അത് വിവാഹമോചനം നടത്താതെയാണ്, നിയമപരമായി നടത്താതെയാണ് പുതിയ വിവാഹം കഴിച്ചതെങ്കിൽ, ഈ പറവൂരിലെ പെൺകുട്ടി വിവാഹം കഴിച്ചതെങ്കിൽ ആ വിഷയത്തിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നതാണ്. എന്തായാലും വനിതാ കമ്മീഷൻ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. പെൺകുട്ടി ഗുരുതരമായ പീഡനത്തിന് ഇരയായെന്നാണ് കമ്മീഷൻ ലഭിച്ച പരാതിയിൽ വ്യക്തമായതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റവും പരാതിയിലുണ്ട്. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിനും പോലീസ് സേനയ്ക്കും അപമാനമാണെന്നും പി സതീദേവി വ്യക്തമാക്കി. അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പീഡനത്തിന്, ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത്. പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHOയെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 498A പ്രകാരമുള്ള 498A IPC, അതുപോലെ 323 IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച്, SHOവിന്റെ സമീപനത്തെക്കുറിച്ച് ഉള്ള ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഈ പെൺകുട്ടിയെ പരിക്കുപറ്റുകയും, മദ്യലഹരിയിലാണ് ഈ ഭർത്താവ് ഫോണിന്റെ ചാർജറിന്റെ കേബിൾ കൊണ്ട് കഴുത്ത് മുറുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റിക്കും മറ്റും കൈകൊണ്ട് കുത്തിയതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ പീഡനമേറ്റിട്ടുള്ള നിലയിലാണ് ആ പെൺകുട്ടിയുടെ ചിത്രം ഞങ്ങൾക്ക് മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വനിതാ കമ്മീഷൻ ശക്തമായ നടപടി പോലീസിന് ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം. അത് പോലീസിന് തന്നെയാണ് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളത്. ഇതോടൊപ്പം ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്ത ഇന്ന് രാവിലെ കാസർഗോഡ് നിന്ന് വന്നിരുന്നു. കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ, 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയൊരു സംഭവം. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഗോവിന്ദൻ മാസ്റ്റർ വിവാഹത്തിന് മുമ്പ് സ്പോട്ട് ലൈവ് തുടരുന്നു. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന കൊച്ചുകുട്ടികൾ പോലും ഈ നാട്ടിൽ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു നടുക്കുന്ന വാർത്തയാണ് രാവിലെ കാസർഗോഡ് നിന്നും വന്നത്. കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് സംഭവം. മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയത്. നാട്ടുകാരുടെ തെരച്ചിലിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാരണം ഇന്നലെ 2:30-ക്ക് ശേഷം ഇത് സംഭവം വിളിച്ചത്. കാരണം ഇന്നലെ അച്ഛനും അമ്മയുണ്ടായില്ല, അമ്മ ടൂർ പോയിട്ടില്ല. അച്ഛൻ സാധാരണ സിറ്റൗട്ടിലാണ് കിടക്കുക. അതിനുശേഷം അച്ഛൻ പശുവുണ്ട്, ഞങ്ങൾ 3-4 പശുവുണ്ട്. അച്ഛൻ 3 മണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല. അതിനുശേഷം കറന്നതിന് ശേഷം വരുമ്പോഴേക്ക് കുട്ടീനെ കാണുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കുറേ നമ്മൾ നാട്ടുകാർ മൊത്തം പരിധി. അതിനുശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, ഇങ്ങനെ കുട്ടീനെ കൂടി ഉണ്ടെന്ന് വെച്ച്. അവൾക്ക് കാതിൽ കമ്മലും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരിക്കുണ്ട്, കഴുത്തിനും ഇതെല്ലാം പരിക്കുണ്ട്, കണ്ണിനും പരിക്കുണ്ട്. ആ സംഭവം ഇല്ല, ആർക്കും പ്രത്യേകിച്ച് അറിയില്ല. അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് DYSP SP സാറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കുട്ടീനെ നോക്കി. കഴുത്തിന് ചെറിയ പരിക്കുണ്ട്, കഴുത്ത് പിടിച്ച് ഞെരിച്ചതിൻ്റെ കണ്ണിന് 2 പരിക്ക്. 2 മണിക്ക് എണീറ്റിട്ടുണ്ടായിന്. ഈ റൂമിൽ നിന്ന് എണീറ്റ് വന്നിട്ട് പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് ചാണകം വാരി പിന്നെ തീറ്റെല്ലാം കൊടുത്തു. ഒരു
കരക്കെല്ലാം കൈ അവരെ കുളിപ്പിക്കുകയും ചെയ്തു. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കയറുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. 3-3:30 ഉള്ളിൽ സംഭവം നടന്നു. ഞാൻ 2 മണിക്ക് എണീച്ചിന്. ഞാൻ എന്നിട്ട് പാലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾക്ക് അപ്പുറം അടുക്കള വാല് തുറന്നിട്ടുണ്ട്, ഇത് അടച്ചിട്ടുണ്ട്, ഇത് പൂട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചാരി വെച്ചതേ ഇത് അതേപോലെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പൂട്ടി കണക്ക് തന്നെ ഉണ്ട്. അവിടുന്ന് അടുക്കള പോകുമ്പോഴേക്ക് അത് വാതിൽ തുറന്നിട്ടില്ല. അത് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചു. കുഞ്ഞിൻ്റെ അപ്പിയുടെ കിടക്കുന്നുണ്ട് അറിഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ പറഞ്ഞില്ല അറിഞ്ഞു. ഞാൻ പറഞ്ഞ അടുക്കള വാതിൽ തുറന്നിട്ടുണ്ട്, ഞാൻ തുറന്നിന് പറഞ്ഞ് ഞാൻ തുറന്നിട്ട് അറിഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും പെരുതാൻ അടുക്കള ഭാഗത്തു റൂമിലെല്ലാം പോയിട്ട് അല്ല പരിപാടിയില്ല. അങ്ങനെ ആളെല്ലാം വിളിച്ച് ആളെ വന്നു കൂടി അങ്ങനെ സംഭവം ഒന്നുമില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അന്ന് ആ ഭാഗത്തുനിന്ന് കുഞ്ഞിനെ കിട്ടീന്. ആടെ കുഞ്ഞിനെ ഇളക്കിയിട്ട് പോയത്. KV ബൈജു ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, ഈ സംഭവം രാവിലെ കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ആലുവയിലെ 5 വയസ്സുകാരിയാണ്. കാരണം ഇത്തരം സംഭവം നമ്മുടെ നാട്ടിൽ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളത് ആലുവയിലാണ്. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഇതര സംസ്ഥാനക്കാരായ അതായത് അതിഥി തൊഴിലാളികൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവങ്ങളൊക്കെ ഞെട്ടലോടെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇവിടെ ഒരു അതിഥി തൊഴിലാളി അല്ല ഇതിന് പിന്നിലെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ. കവർച്ച തന്നെയായിരുന്നോ ഇതിന് പിന്നിലെ ലക്ഷ്യം? ടോമെ, നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ഇതിൽ ലഭിക്കുന്ന വിവരം ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ്. ഇതിൽ പ്രധാനമായും പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന ഈ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് തന്നെയാണ്. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലെത്തി പരിശോധന നടത്തി ഇത്തരത്തിൽ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണമായി ഊർജിതമാക്കുന്നുണ്ട്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ, അതായത് രക്ഷിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുമ്പോൾ പോലും എത്രത്തോളം സുരക്ഷിതരാണ് എന്ന ഒരു ചോദ്യം ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. മാത്രമല്ല ഈ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അതും പുലർച്ചെ 2:30 വീടിനകത്ത് കിടന്നിറങ്ങുമ്പോൾ എടുത്തുകൊണ്ടുപോയി അതേ നാട്ടിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ ഉപദ്രവിക്കുക, സ്വർണം എടുക്കുക, അവിടെ തന്നെ ഉപേക്ഷിക്കുക, പിന്നീട് അയാൾ രക്ഷപ്പെടുക, ഇത്തരത്തിൽ നിരവധി CCTV ദൃശ്യങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഏതായാലും പ്രതിയെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ സംഭവത്തിൽ മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ഒരാളാണ് ഈ സംഭവം നടത്തിയതെന്ന് കുട്ടിയുടെ മൊഴിയുണ്ട്. ആ മൊഴി അനുസരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതായാലും ആ പ്രദേശത്തുള്ളവർ തന്നെയാകാമെന്ന ഒരു നിഗമനവും പോലീസ് എത്തുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പിടിയിലായവർ, അത് ജാമ്യത്തിലിറങ്ങിയവരൊക്കെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ 3 പേർ. ഈ 3 പേർ സംശയിക്കുന്നു എന്ന് തോന്നുന്ന 3 പേർ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്ദുർഗ് പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ഏതായാലും DIG ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രതിയെ ഉടനെ പിടികൂടാനായി. അത്രയും ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് കാസർഗോഡ് ഈ അടുത്ത കാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ്. ഇത്തരത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ഈ കുട്ടികൾ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക, സമീപ പ്രദേശത്ത് തന്നെ ഉപേക്ഷിക്കുക. എന്തായാലും ശാരീരികമായ പീഡനം തന്നെയായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടത്. ഏതായാലും കുട്ടിയെ ഇത്തരത്തിൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് ഈ വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയ ആളെ പരിചയമുണ്ടോ? മലയാളം സംസാരിക്കുന്ന ആളെന്ന് പറയുന്നുണ്ട്. ഈ വീടിന് സമീപത്തുള്ള താമസിക്കുന്ന ഏതെങ്കിലും അയൽവാസികളോ മറ്റോ ആണോ, അതോ അപരിചിതരായിട്ടുള്ളവരാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ഈ കുട്ടിയിൽ നിന്നും പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ബൈജു? ടോമെ, ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. കാരണം നിരവധി CCTV ക്യാമറകൾ ഈ പരിസരത്ത് വീടുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ രാവിലെ പോലീസ് ശേഖരിച്ചിരുന്നു. സൈബർ വിദഗ്ധരൊക്കെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അത്തരത്തിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരു 3 പേരെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ CCTV ദൃശ്യമായി സാമ്യമുള്ള 3 പേർ, അതായത് നേരത്തെ കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കാരണം അത് അന്വേഷണത്തെ ബാധിക്കും. കാരണം അത്രയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്ന് തന്നെയാണ് പോലീസിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ആ രീതിയിൽ പ്രത്യേക സംഘങ്ങളാക്കിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരു സംഘം CCTV ദൃശ്യങ്ങൾ മാത്രം പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്ദുർഗ് സ്റ്റേഷനിൽ ഈ കസ്റ്റഡിയിലുള്ളവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ട്
നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടിനുള്ളിൽ തന്നെ ഈ പ്രതികളെ പിടികൂടാനാകുമെന്ന ഒരു പ്രതീക്ഷ പോലീസ് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ആ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ കാതിനും അതുപോലെ തന്നെ കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. പെൺകുട്ടിക്ക് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ലഭിച്ചാൽ മാത്രമേ കുട്ടിയെ എത്രത്തോളം ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകൂ. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഊർജിതമായ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 2:00 കൂടിയാണ് ഈ സംഭവം നടന്നത്. വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന ഈ കുട്ടിയെ മുൻവശത്തെ വാതിലൂടെ വന്ന് എടുത്തുകൊണ്ട് പുറകുവശത്തെ വാതിലൂടെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പുറത്ത് വലിയ വയലാണ്. ആ വയൽ പ്രദേശത്തോടുകൂടി ഒരു 500 മീറ്റർ മാത്രം ദൂരെ ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്ന സമയത്ത് കുട്ടി അവശനിലയിലായിരുന്നു. ഈ കുട്ടി സമീപ പ്രദേശത്ത് ഒരു വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുകയും അവരെ വിളിച്ചുണർത്തുകയും പിന്നീട് ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് ഇവരെ കുട്ടിയെ എത്തിക്കുമായിരുന്നു. ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. എന്തായാലും വളരെ പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്, ജീവനോടെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ആശ്വാസം. എന്തായാലും പോലീസ് അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ പ്രതിയെ ഉടൻ പിടികൂടുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. ഏതായാലും ലഹരി മാഫിയ സംഘങ്ങൾ ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരാളാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്നാൽ കൂടുതൽ പേർ ഉണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 3 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോം. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചേറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. കാരണം സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം രക്ഷിതാക്കൾക്കൊപ്പം കടന്നുറങ്ങിയായിരുന്ന 10 വയസ്സുകാരിയാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന വിവരമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന നടത്തുകയാണ്. ലഹരി സംഘമാണോ ഇതിന് പിന്നിൽ? ആസൂത്രിതമായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലായിരുന്നോ? അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? പീഡനമാണോ? അത് കവർച്ചയാണോ? തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് വിശദമായ പരിശോധന അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ 3 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതേ രീതിയിൽ ഈ ലഹരി സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഭീതി വിതയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗുണ്ടാ വിളയാട്ടം പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായ പരിശോധന നടത്തുകയാണ് പോലീസ്. ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാനാണ് പോലീസിന്റെ പരിശോധന. കാപ്പ ചുമത്തിയ പ്രതികളെ പിടികൂടാനാണ് നീക്കം. ആഗ് ഡി ഹണ്ട് പദ്ധതികളുടെ ഭാഗമായാണ് പരിശോധന നടക്കുന്നത്. പരിശോധനയിൽ നേമത്ത് ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കാക്കാമൂല സ്വദേശി അഖിലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് റെയ്ഡെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DH നാഗരാജ് പറഞ്ഞു. ഒരു ദിവസം മാത്രമല്ല ഡിഹണ്ട് പരിശോധന, വ്യാപക പരിശോധന തുടരുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഈ ആക്ഷനിൽ ഇന്ന് രാവിലെ നമ്മൾ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മൾ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളുടെ വീട്ടിൽ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷനാണ്. അത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ് അവരുടെ കയ്യിലെ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിൻ്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. ആക്ഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഈ ഒരു ആൻറ്റി സോഷ്യൽസിൻ്റെ എതിരെയുള്ള ആക്ഷൻ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നടക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം കരമനയിലടക്കം വലിയ രീതിയിൽ നാട്ടുകാർക്ക് ഭീതി വിതയ്ക്കുന്ന രീതിയിൽ അക്രമങ്ങൾ നടക്കുന്നു, കൊലപാതകം നടക്കുന്നു. സംസ്ഥാനത്ത് 1700-ലധികം ഗുണ്ടകൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ മാത്രമാണോ നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? വ്യാപകമായ പരിശോധനയിൽ പോലീസിൻ്റെ വരും ദിവസങ്ങൾ ഇതുപോലുള്ള പരിശോധനകൾ, റെയ്ഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ?
കരമനയിലെ അഖിൽ എന്ന 23 വയസ്സുകാരൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പോലീസ് വീണ്ടും സജീവമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടത്തിൽ ഇന്ന് കരമന, നേമം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ മിന്നൽ പരിശോധന നടന്നത്. ആ പരിശോധനയിലാണ് കാക്കാമുല്ല സ്വദേശിയായ അഖിൽ എന്ന 33 വയസ്സുകാരനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ ഗുണ്ട ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായി കാപ്പ ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ള പ്രതികളെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ പരിശോധനയുടെ പോലീസ് ലക്ഷ്യം വെച്ചത്. ഓപ്പറേഷൻ ആക്ട് എന്ന പേരിലായിരുന്നു ഈ പരിശോധന നടന്നത്. സ്വാഭാവികമായി സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയാണ്. അതിലാകെ എത്ര ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ കണക്കുകൾ വൈകിട്ട് മാത്രമേ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഈ പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും അതോടൊപ്പം തന്നെ വെള്ളറടയിലും സമാനമായ തരത്തിൽ ഗുണ്ട ആക്രമണങ്ങൾ ഇന്നലെ രാത്രിയിലുണ്ടായത്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ അമ്പൂരിയിലാണ് ഗുണ്ടാ വിളയാട്ടം ഉണ്ടായത്. ഇന്നലെ രാത്രി ലഹരി സംഘങ്ങളാണ് വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കൂടി വിശദമായി പരിശോധിക്കണം. നെയ്യാറ്റിൻകര വെള്ളറട അമ്പൂരിയിലാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഗുണ്ടാ വിളയാട്ടം നടന്നത്. രാത്രിയുടെ മറവിൽ ലഹരിയിൽ അഴിഞ്ഞാടിയ ഗുണ്ടാ സംഘം വഴിയാത്രക്കാരെയും വീടും ആക്രമിച്ചു. പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരായ ജിബിനും സംഘവുമാണ് അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ അറ്റാണ് അടിയൻ. നേരത്തെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അന്ന് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ഓടിച്ചിട്ട് എറിയുകയും ഞാൻ പറഞ്ഞ ഇവിടെ എന്താണ് അന്വേഷിക്കാനെന്ന് പറഞ്ഞു വിട്ടാണ് ലോക്കൽ സെക്രട്ടറി അവിടെ നിരന്തരമായിട്ട് എറിയുകയും ചെയ്തു. അതിനുശേഷമാണ് അന്ന് 4 പേരുണ്ടായിരുന്നു. അതിൽ ഈ ആശ എന്ന് പറയുന്നവൻ്റെ ആളുടെ മൂത്ത മോനെയും വേറെ അമ്പൂരിലുള്ളൊരു പയ്യനെ അന്ന് പോലീസ് കൊണ്ടുപോയി. അതിന് ശേഷം ഇപ്പോഴാണ് ഇവരിവിടെ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്ന് ഇന്നലെ ഇവിടെ സംഭവങ്ങളുണ്ടായത്. 2-3 മാസത്തേക്ക് ഒരിക്കൽ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള എവിടെ നിന്നെങ്കിലുമുള്ള പയ്യന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വെള്ളം അടിയും, കഞ്ചാവ്, മയക്കുമരുന്ന്, ബ്രാൻഡ് ഇതെല്ലാം കൂടെ കലക്കി ഒരുമിച്ചാണ് കുടിക്കുന്നത്. കുടിച്ചും കൊണ്ടാണ് യുവമാർ ഇവിടെ കിടന്നും കൊണ്ട് വേല കാണിക്കുക. റോട്ടിൽ പോണവരെ വെട്ടാക്കാം, വാളെടുത്ത് വീസാക്കാം. തള്ളയും അമ്മൂമ്മ തള്ളയൊക്കെ ഇതിന് സപ്പോർട്ടാണ്. അവർക്ക് പൈസ കിട്ടിയാൽ മതി. ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഈ കരമനയിലെ ക്രൂരമായ കൊലപാതകത്തിന് പിന്നാലെയാണ് അമ്പൂരിയിൽ ഗുണ്ടാ വിളയാട്ടം നടക്കുന്നത്. അതായത് പോലീസിന്റെ പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്, മറുവശത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. ഈ കേസിൽ, ഈ അമ്പൂരിയിലെ കേസുമായി ബന്ധപ്പെട്ട് ഈ അക്രമികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ഡാൻ? അക്രമികളെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ഏതാനും പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളടക്കം നൽകുന്ന സൂചനകൾ. ഇപ്പോൾ പ്രതികരിച്ച അല്ലെങ്കിൽ ഈ പ്രതികരണം കണ്ട വ്യക്തി ഉൾപ്പെടെ പറയുന്നത് ജിബിൻ എന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്, അവിടെ സ്ഥിരം ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജിബിൻ എന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ശല്യം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ശല്യം നടത്തിയിരുന്നത്. ഏതാനും യുവാക്കളുടെ നേതൃത്വത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ പോലീസിന് കഴിയാതെ വന്നതോടെയാണ് അവർ വ്യാപകമായി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതെന്ന് പറയുന്നു. എന്തായാലും വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും തിരുവനന്തപുരം റൂറൽ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പോലീസിന്റെ പരിശോധന തുടർച്ചയായി നടത്താൻ കഴിയാതെ വരുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് പിന്നിലെന്ന ആക്ഷേപം ഒരു വശത്ത് ഉയർന്നുകൊണ്ടുമിരിക്കുകയാണ്. ടോം, ചിലപ്പം വേണ്ട. അതോടൊപ്പം ഈ കാട്ടാക്കട നക്രാഞ്ചിറയ്ക്ക് സമീപം ഷാഡോ പോലീസ് എന്ന വ്യാജന യുവാക്കളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതായും ഒരു പരാതി ഉയർന്നിട്ടുണ്ടല്ലോ. ഈ സംഭവത്തിന് പിന്നിൽ ആരാണ്? ഇതും ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണോ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്? ക്രൂരമായി ആക്രമണം നടത്തിയതിന് പിന്നിൽ ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഡാൻ? ഷാഡോ പോലീസ് എന്ന വ്യാജേനയാണ് യുവാക്കളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് അതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. അതിൽ കാട്ടാക്കട നക്രാഞ്ചിറയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളനാട് സ്വദേശികളായ വിഷ്ണുവിനും മനുവിനുമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിൽ ക്രൂരമായി പരിക്കേറ്റത്. ഇവരുടെ 2 പേരുടെയും കൈകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് വിവരം. പക്ഷേ ഇത് ആരാണ് ആക്രമിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.
ഒരു വശത്ത് പോലീസിൻ്റെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള പോലീസിൻ്റെ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് കാട്ടാക്കടയിലും അമ്പൂരിയിലും വീണ്ടും ഗുണ്ടാ വിളയാട്ടം നടന്നത്. പോലീസ് വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു ഗുണ്ടാ നേതാവ് ഒരു കൊലപാതക കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മറ്റു ഗുണ്ടാ സംഘങ്ങൾ 60ഓളം വരുന്ന ഗുണ്ടാ സംഘങ്ങൾ പാർട്ടി നടത്തി സ്വീകരിച്ചതും പിന്നീട് ആവേശം മോഡൽ റീൽസൊക്കെ പുറത്തിറങ്ങിയതും ഏറെ ചർച്ചയായതാണ്. തൃശ്ശൂരിലെ ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാർട്ടിയിൽ കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു. നവമി ദിനേശ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇത് പോലീസിനെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. കാരണം പോലീസിൻ്റെ കൺമുന്നിൽ മൂക്കിൻ തുമ്പത്താണ് ഈ രീതിയിൽ 60ഓളം വരുന്ന ഗുണ്ടകളുടെ ഒരു സംഗമം ഒത്തുചേരൽ നടന്നത്. പോലീസിൻ്റെ ഒരു വാഹനം അവിടെ എത്തി, അവരെ പരിശോധിച്ചു. അത് സാധാരണ രീതിയിലൊരു ഗെറ്റ് ടുഗദറാണെന്ന് മനസ്സിലാക്കി അവർ പിന്നോട്ട് പോകുന്നു. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് തന്നെ അത് തുറന്ന് സമ്മതിക്കേണ്ടി വരും. അതോടൊപ്പം എങ്ങനെയാണ് ആ ഗുണ്ടാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റീൽസ് കണ്ടിട്ടും നടപടികളൊന്നും എടുക്കാതെ, അതായത് ഈ റീൽസ് വൈറലായിട്ട് പോലും പോലീസ് യാതൊരുവിധ നടപടികളോ അന്വേഷണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ വാർത്ത വൈറലായതിന് പിന്നാലെ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രാഥമികമായി ഈ വീഡിയോ പരിശോധിച്ച ശേഷം ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യമായി നടക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ കാപ്പ ചുമത്തിയിട്ടുള്ള പ്രതികൾ ആരെങ്കിലും ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ, ഈ വിഷ്വലിൽ ഉണ്ടായിരുന്നവർ കാപ്പ ചുമത്തിയവരുണ്ടായിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. മറ്റൊന്ന്, കഞ്ചാവ് കേസിലെ പ്രതികളും ഈ പാർട്ടിയിൽ പങ്കെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി ഈ വീഡിയോ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി. ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വീഡിയോ 1 മാസം കഴിഞ്ഞു. ഈ ആഘോഷ വീഡിയോ റീൽസായി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാൻ തുടങ്ങിയിട്ട്. പക്ഷെ അപ്പോഴൊന്നും പോലീസ് കൃത്യമായൊരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരിശോധന ഒന്നും നടത്തിയിട്ടില്ല. പിന്നീട് മാധ്യമങ്ങളിൽ ഇതൊക്കെ വാർത്ത ആയതിനു ശേഷമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറാനും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും അനൂപ് ഇന്നലെ വ്യക്തമാക്കിയത് ഈ രണ്ട് ഈ പെട്ടികളിലായി കൊണ്ടുപോകുന്നത് അത് മദ്യക്കുപ്പിയല്ല, അപ്പമാണെന്നുള്ളൊരു വാദമായിരുന്നു എന്തായാലും അനൂപ് ഇന്നലെ ന്യൂസ് 18നോട് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസ് പറയുന്നത് ഇതിൽ മദ്യ ഉപയോഗം അവിടെ ആ പാർട്ടിയിൽ മദ്യ ഉപയോഗം നടന്നിട്ടുണ്ട്, അങ്ങനെ ഒരു സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും വിചിത്രമായ കാര്യം, അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത്രയും ഗുണ്ടകൾ ഒത്തുകൂടുമ്പോൾ അന്ന് പോലീസ് പോയി പരിശോധിച്ചതാണ്. പക്ഷെ അപ്പോൾ പോലീസിന് അന്വേഷണം ഈ ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിശോധന വേണമോ എന്നൊന്നും അന്ന് ചിന്തിച്ചില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴായിരിക്കും ചിലപ്പോൾ പോലീസിന് ഇതിൻ്റെ എത്രമാത്രം ഗൗരവമുണ്ടെന്ന് മനസ്സിലായത്. അതോ ഗുണ്ടകളായതുകൊണ്ടാണോ ഇത്തരത്തിലൊരു അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകാത്തതെന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും പോലീസ് ഉചിതമായ നടപടിയെടുക്കും. ഈ വീഡിയോ വിശദമായി പരിശോധിച്ച ശേഷം നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ ആവേശം മോഡൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണ്. ഇതിൽ കാപ്പ കേസിലെ പ്രതികളുണ്ടോ, ലഹരി കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. സിനിമാ നിർമ്മാതാവ് ജോണി സാഗരിക പോലീസിന്റെ പിടിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു. ഒരു വഞ്ചനാ കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ആ വാർത്തയിലേക്ക് വിശദമായി എത്താം ഇടവേള കഴിഞ്ഞു. Join India's number. സ്പോട്ട് ലൈവ് തുടരുന്നു. സിനിമാ നിർമ്മാതാവ് ജോണി സാഗരിക വഞ്ചനാ കേസിൽ അറസ്റ്റിൽ. കോയമ്പത്തൂർ സ്വദേശി ദ്വാരക് ഉദയകുമാറിന്റെ പരാതിയിലാണ് നടപടി.
സിനിമാ നിർമ്മാണത്തിന് 2,75,00,000 രൂപ വാങ്ങി കബളിപ്പിച്ചുവെന്നാണ് കേസ്. കോയമ്പത്തൂർ പോലീസ് ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ജോണിയെ കസ്റ്റഡിയിലെടുത്തത്. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. 30 വെള്ളിക്കാശ്, ബോഡിഗാർഡ് തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവാണ് ജോണി സാഗരിക. നവമി ദിനേശ് ചേരുന്നുണ്ട് വീണ്ടും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇന്നലെയാണ് ഈ ജോണി സാഗരികയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയ കേസിന്റെ ഒരു പശ്ചാത്തലം എന്താണ് നവമി? ഇന്നലെ രാത്രി 8 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ജോണി സാഗരികയെ അറസ്റ്റ് ചെയ്യുന്നത്. കോയമ്പത്തൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്ന് അല്പസമയം മുൻപാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ളൊരു പരാതി കോയമ്പത്തൂർ സ്വദേശിയായ ഒരു യുവാവിൽ നിന്നും പണം കൈപ്പറ്റി 2.75 ലക്ഷം രൂപയാണ് ജോണി സാഗരിക കൈപ്പറ്റിയത്. അത് 2018 പുറത്തിറങ്ങിയ നോൺസെൻസ് എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി എന്നുള്ളൊരു തരത്തിലായിരുന്നു 2.75 ലക്ഷം രൂപ ജോണി സാഗരിക ഈ കോയമ്പത്തൂർ സ്വദേശിയിൽ നിന്നും കൈപ്പറ്റിയത്. അതിനുശേഷം സിനിമ ഇറങ്ങിയിട്ട് പോലും അതിൻ്റെ ലാഭമൊന്നും ഈ കോയമ്പത്തൂർ സ്വദേശിക്ക് ലഭ്യമായിട്ടില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ സിനിമ നോൺസെൻസ് എന്ന സിനിമ ബോംബെയിലുള്ള ഒരു സംഘത്തിന് ജോണി സാഗരിക പണയം വെച്ചു എന്ന് അറിയുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വഞ്ചിച്ചു എന്ന കേസ് നൽകിക്കൊണ്ട് കോയമ്പത്തൂർ പോലീസിന് എന്ന പരാതിയുമായി കോയമ്പത്തൂർ പോലീസിനെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് കോയമ്പത്തൂർ പോലീസ് ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ രാത്രി 8 മണിക്ക് എത്തിയ ജോണി സാഗരികയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീടാണ് ഇന്ന് അല്പസമയം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. നവമി, ജോണി സാഗരികയുടെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരുടെങ്കിലും പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പിന്നിൽ? ഇത്തരമൊരു 2.25 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നമ്മുടെ മലയാള സിനിമയിലെ മറ്റ് സിനിമാ പ്രവർത്തകർ, സിനിമാ നിർമ്മാതാക്കൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ ആരും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും തന്നിട്ടില്ല. ഇത്തരത്തിലൊരു കേസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോണി സാഗരികയ്ക്കെതിരെ ഒരു പരാതി ഉണ്ടെന്ന് മാത്രമേ സിനിമാ മേഖലയിലുള്ള ചിലർക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അതും ഈ നോൺസെൻസ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഈ ഒരു പരാതി ഉണ്ടെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു അറസ്റ്റിലേക്ക് വരെ പോകുന്ന രീതിയിലേക്ക് ഈ കേസ് മുന്നോട്ട് പോയി എന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ രാത്രി 8 മണിക്ക് ജോണി സാഗരികയെ കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂർ പോലീസ് ഈ ഒരു വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം മാത്രമാണ് ഈ മറ്റ് നിർമ്മാതാക്കൾക്കും ലഭ്യമായിട്ടുള്ളത്. പിന്നീടാണ് അല്പസമയത്തിന് മുൻപാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വഞ്ചനാ കുറ്റത്തിനാണ് ജോണി സാഗരികയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2018 പുറത്തിറങ്ങിയ നോൺസെൻസ് എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ പണം കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജോണി സാഗരിയുടെ ഭാഗത്തുനിന്ന് ഒരു ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ നവമി? നവമി, ജോണി സാഗരിയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായൊരു ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയത്? ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ വഞ്ചനാ കുറ്റത്തിനായിരുന്നു ഇപ്പോൾ ജോണി സാഗരികയെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും ജാമ്യമടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഈ നിർമ്മാതാവിൻ്റെ തീരുമാനം. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. കോയമ്പത്തൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു പിന്നീട് ജോണി സാഗരികയുടെ അറസ്റ്റിലേക്ക് വരെ നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്നത് വഞ്ചനാ കുറ്റമാണ്. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും അത് വരും മണിക്കൂറിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും
ലഭ്യമാകും. എന്തായാലും ഇന്നലെ രാത്രി 8 മണിക്ക് കോയമ്പത്തൂർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ജോണി സാഗരികയുടെ അറസ്റ്റ് ഇന്നാണ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ഉടനീളം ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ നിർമ്മാതാവ് ജോണി സാഗരികയെ വഞ്ചനാ കേസുമായി ബന്ധപ്പെട്ടാണ് കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോയമ്പത്തൂർ സ്വദേശി ദ്വാരക് ഉദയകുമാറിന്റെ പരാതിയിലാണ് നടപടി. സിനിമാ നിർമ്മാണത്തിന് 1.25 കോടി രൂപ വാങ്ങി കബളിപ്പിച്ചുവെന്ന പരാതിയിലാണ് നിർമ്മാതാവ് ജോണി സാഗരികയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.